അപ്പോൾ ഷീനെ ഇത് ഏത് വർഷത്തെ വണ്ടിയാണ്? ഇത് 92 മോഡൽ വണ്ടി, 1992 മോഡൽ, അതായത് 34 വർഷം പഴക്കമുള്ള വണ്ടി. 34 വർഷമായി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് സ്പെയർ മാറിയിട്ടുള്ളത്? ഈ വണ്ടി അത്യാവശ്യം കോസ്റ്റ് ആയ വണ്ടിയാണ്. ഇതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 7-8 മാസമായി ഈ വണ്ടി നമ്മളെ ഏൽപ്പിച്ചിട്ട്. അതായത് നമ്മുടെ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് ആദ്യം നമ്മളൊരു വിഴിഞ്ഞത്തെ വണ്ടിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെ, ഫസ്റ്റ് എനിക്ക് കോൾ വന്ന് ഞാൻ കൊടുക്കുന്ന 2 വണ്ടിയാണ്. ഒന്ന് വിഴിഞ്ഞത്തെ വണ്ടിയും ഇത് കിളിമാനൂരുള്ള വണ്ടിയാണ്. നമ്മൾ അടുത്തുള്ള വണ്ടിയാണ്. ഇത് രണ്ടാണ് ആദ്യമായിട്ട് ഇപ്പോൾ എടുക്കുന്നത്. അതായത് ഇത് ആദ്യം റിസ്റ്റോർ ചെയ്യാൻ വന്ന പഴയ മോഡൽ വണ്ടിയും അത് ആദ്യം റിസ്റ്റോർ ചെയ്യാൻ വന്ന പുതിയ മോഡൽ. വിഴിഞ്ഞത്തെ വണ്ടി ക്ലാസിക് ആയിരുന്നു, ബ്ലൂ കളറാക്കി. അപ്പോൾ ഇതിന്റെ കസ്റ്റമറുടെ പേര് അഖിൽ എന്നാണ്. അഖിൽ എന്റെ ഏജ് സെയിം ഏജ് അങ്ങനെ ഉള്ളൂ, കണ്ടിട്ടില്ല, ആള് പുറത്താണ്. അപ്പൊ അന്ന് വർക്കിന് ഏൽപ്പിച്ചപ്പോൾ ടൈം ഉണ്ട്, പതുക്കെ ചെയ്താൽ മതി എന്ന് അഖിൽ പറഞ്ഞു. ഞാനും അങ്ങനെ നീണ്ട് ഇത്രയും മാസമായി. അങ്ങനെയാണ്. പക്ഷെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കോസ്റ്റ് ആയി എന്ന് പറഞ്ഞാൽ ആയിട്ട് ഇതില് നമ്മൾ അലോയ് വീൽസ് ആയിരുന്നു. അപ്പോൾ അഖിലിന്റെ സ്പോക്സ് ആക്കി. കൺസേൺ ആയിരുന്നു റിം ആക്കണമെന്നുള്ളത്. അപ്പോൾ 2 റിം മേടിച്ചു, അതിന്റെ ഹബ്ബ് മേടിച്ചു, പിന്നെ ഡിസ്ക് പ്ലേറ്റ്, കാലിപ്പർ, മാസ് സിലിണ്ടർ, 2 ടയർ പുതിയത് വാങ്ങണമെന്ന് പറഞ്ഞു. അത് മാറി. ബാറ്ററി കംപ്ലൈന്റ് ആയിരുന്നു, ബാറ്ററി മാറ്റി. ഒരു ബോക്സ് ഇല്ലായിരുന്നു, സൈഡ് ബോക്സ്, അത് വെച്ചു. ക്രാഷ് ഗാർഡ് വെച്ചു, സീറ്റ് പുതിയത് വെച്ചു, ബാക്ക് നമ്പർ പ്ലേറ്റ്, ഡിസ്ക് എല്ലാം പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. ഡ്രം ബ്രേക്ക് ആയിരുന്നു, ഹെഡ് ലൈറ്റ്, സ്പീഡോമീറ്റർ, ലോക്ക് സെറ്റ്, സീറ്റ് ഉൾപ്പെടെ നമ്മൾ മാറിയതാണ്. പിന്നെ ഈ ടാങ്ക് ഇത് മറ്റേ കോയമ്പത്തൂർ ടാങ്കാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ ഷേപ്പ് വ്യത്യാസം. അത് മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് മേടിക്കുന്ന സാധനം, അത് അവർ ഹാൻഡ് മെയ്ഡ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ഇതിന് ഷേപ്പ് ചെറിയ വ്യത്യാസമുണ്ട്. അതെ അതെ, ഇത് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി, അതായത് പെട്രോൾ കുറച്ചുകൂടെ കപ്പാസിറ്റി ടാങ്കിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഷേപ്പ് വ്യത്യാസം. നോർമൽ ടാങ്ക് അല്ല ഇത്, കുറച്ചുകൂടെ ബൾക്കി ആയിട്ടുള്ള ടാങ്കാണ്. അപ്പോൾ ഇത് നമ്മൾ വണ്ടി എടുക്കാൻ പോണ സമയത്ത് തന്നെ കസ്റ്റമർ ഓൾറെഡി ടാങ്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടാങ്കിന് എത്ര രൂപയാവും കോയമ്പത്തൂർ ടാങ്ക്? എനിക്കറിയാൻ വയ്യ, 5 രൂപ 6 രൂപ റേഞ്ച് ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാനങ്ങനെ നമ്മളെല്ലാം ഓയിൽ പാർട്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അല്ല, എന്തുകൊണ്ടാണ് അത് പുള്ളി ഇത് മേടിച്ചു വെച്ചത്? അപ്പൊ ടാങ്ക് ഇല്ലായിരുന്നു? ടാങ്ക് ഉണ്ടായിരുന്നു, അത് ഫുള്ള് തുരുമ്പായി നശിച്ചു പോയി. പഴയ ടാങ്ക് കുറച്ചൊക്കെ കിടപ്പുണ്ട്. പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതല്ലേ മാറേണ്ട അവസ്ഥയാണെന്നുള്ളത്. അങ്ങനെ അവർ ടാങ്ക് മേടിച്ച് വെച്ചിരുന്നതാണ്. ചിലപ്പോൾ ഇനി അറിയാൻ വയ്യാണ്ട് ഇത് മേടിച്ചതാണെന്നും അറിയത്തില്ല.